ഹലോ ഗൈസ്, നമസ്കാരമുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇടയ്ക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ കുറേ ലേറ്റായി. ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ മംഗലാപുരത്താണ് ഉള്ളത്. നമ്മുടെ ഗോകുലുണ്ട് കേട്ടോ കൂടെ. ഗോകുൽ കോയമ്പത്തൂർ നേരെ കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റിയിൽ വന്ന് ഞാൻ ഷൊർണൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ മംഗലാപുരം സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിടക്കാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള പുതിയ വീഡിയോ നമ്മുടെ മൂകാംബികയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ മൂകാംബികയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല. മൂകാംബികയിലേക്ക് പോകണമെങ്കിൽ മംഗലാപുരം ഇറങ്ങേണ്ട ആവശ്യമില്ല. ബൈന്ദൂർ സ്റ്റേഷനാണ് മൂകാംബികയുടെ അടുത്തുള്ളത്. ഞങ്ങൾ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇൻ്റർസിറ്റിക്കാണ്, കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റിക്കാണ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് മംഗലാപുരം വന്നിറങ്ങി. ഇനി ഇവിടുന്ന് ബൈ റോഡ് ബസ്സിനാണ് പോകേണ്ടത്. ബസ്സിനൊരു 3 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന് കേട്ടോ, മംഗലാപുരത്ത് നിന്ന്. അപ്പം മൂകാംബികയ്ക്ക് വരുന്നവർ എന്തായാലും ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട്, അതായത് ഗോവയിൽ പോണ ട്രെയിനിൽ കയറിയിട്ട് ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മൂകാംബികയ്ക്ക് കുറച്ച് ദൂരമുള്ള ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ബസ്സിലുള്ള യാത്രകൾ കാണാം. നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. ബസ്സിൽ ഞാൻ അതുവരെ മൂകാംബികയിലേക്ക് പോയിട്ടില്ല. ബൈ റോഡ് നല്ല കാഴ്ചകളാണെന്ന് വിചാരിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കിടക്കാണ് കേട്ടോ. ഇവിടുന്ന് 3 മണിക്കൂർ എടുക്കും മൂകാംബികയിലേക്ക്. ഒരാൾക്ക് 205 രൂപയാണ് കേട്ടോ മംഗലാപുരത്ത് നിന്ന് മൂകാംബികയിലേക്കുള്ള ബസ് ചാർജ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ് കയറി, ഫുഡ് കഴിച്ചിട്ട് ബസ് കയറി ഇനി 3 മണിക്കൂർ യാത്രയാണ്. കർണാടകയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നഗരമാണ് കേട്ടോ മംഗലാപുരം. മാത്രമല്ല കർണാടകയിലെ പ്രധാനപ്പെട്ട തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്താണ്. ഇന്ത്യയിലെ മറ്റ് 5 പ്രധാനപ്പെട്ട നഗരങ്ങളോടൊപ്പം വായു, റോഡ്, റെയിൽ, കടൽ എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള ഗതാഗത മാർഗമുള്ള കർണാടകയിലെ ഏക നഗരമാണ് കേട്ടോ മംഗലാപുരം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് മംഗലാപുരത്തിന്. നമ്മളിപ്പോൾ ടൗണൊക്കെ വിട്ടിട്ട് കേരള ടു മുംബൈ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഗോവയ്ക്കൊക്കെ പോണ ഹൈവേ ആണിത്. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഗോവയ്ക്കും മുംബൈയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മംഗലാപുരം ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ഹൈവേ കൂടെ നമുക്ക് പോവാം. അങ്ങനെ നമ്മളിപ്പോൾ ഉടുപ്പിയിലെത്തിയിരിക്കുകയാണ്. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ. ഒരു ആശ്രമത്തിൻ്റെയൊക്കെ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായി ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധന കേന്ദ്രങ്ങളുണ്ട് കേട്ടോ. ഉടുപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിസാന്ദ്രമായൊരു ടൗണാണ് കേട്ടോ. നമ്മളിപ്പോഴേ ചെറിയൊരു ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഏതാ ഈ സ്ഥലം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം കംപ്ലീറ്റ് ബോർഡും കന്നഡയിലാണ്. ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം പോലും നമുക്കിവിടെ കാണാൻ കഴിയില്ല. വേറൊരു ഭാഷയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി കുന്താപുരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ മൂകാംബികയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാം.
അപ്പോൾ ഈ പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ മംഗലാപുരം ടു ഗോവ എത്തണ വരെ നമ്മൾ കടലിൻ്റെ തീരത്തോടു കൂടിയാണ് യാത്ര ചെയ്യുക. അപ്പോൾ ഒരുപാട് പോഷക നദികൾ കടലിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള ഒരുപാട് പാലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുറേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ചിലതൊക്കെ ഞാൻ കാണിക്കണുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. നമ്മൾ ഈ ബസ്സിലോട്ട് വന്നത്, നമ്മൾ വന്ന വണ്ടിയാണ്. ഇതാണ് നമ്മുടെ കുന്താപുര ബസ്. ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ട ആവശ്യമില്ല, നേരിട്ട് മൂകാംബികയ്ക്ക് വേറെ ഷോർട്ട്കട്ടിൽ പോകും. നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തു കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഏകദേശം 1 മണിക്കൂർ റണ്ണിങ്ങിൻ്റെ 37 കിലോമീറ്റർ. ഇനി കുറച്ച് ഹൈവേ നിന്ന് മാറിയിട്ട് ഉള്ളിലേക്ക് കുറച്ച് ഫോറസ്റ്റ് ഏരിയയ്ക്കാണ്. അപ്പോൾ 1 മണിക്കൂർ ഈ യാത്രയും കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മൂകാംബികയിൽ എത്തുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ മൂകാംബിക റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടൗൺഷിപ്പ് അല്ല നമുക്ക് കാണാൻ പറ്റുക, ഉൾഗ്രാമങ്ങളാണ് നമുക്ക് കാണുക. കാരണം ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറിയൊരു മിനി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഉള്ളൊരു യാത്രയാണ്. ഈ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു കാടിന് നടുവിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുള്ളും ഒരു 90% നമ്മൾ യാത്ര ചെയ്യുന്നത് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയെടുക്കാണ് കേട്ടോ. ബാക്കിൽ കാണുന്നതാണ് മൂകാംബിക ബസ് സ്റ്റാൻഡ്, ആ കാണുന്നതാണ് നമ്മൾ വന്ന വണ്ടി. അപ്പം ഇനി റൂം പറഞ്ഞിട്ടുണ്ട്, റൂമിലേക്ക് പോകണം, എന്നിട്ടൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങും. എന്നിട്ട് മൂകാംബിക
കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. പിന്നെ നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിലേക്കുള്ള പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. നടക്കുകയാണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോവാം. ഓക്കെ, കുറച്ച് ലഗേജൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ള പരിപാടിയാണ്. 2 വണ്ടിയായിട്ട് വിളിച്ച് നടക്കുന്നത്. ആ ഒരു വണ്ടിയിൽ അവർ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ റൂമിലേക്കുള്ള 50 രൂപയാണ് കേട്ടോ ചാർജ്. ഓട്ടോയുടെ 50 രൂപയ്ക്കുള്ള വഴിയുണ്ട്. അമ്പലത്തിലേക്കാണെങ്കിൽ 50 രൂപ വാങ്ങിക്കില്ലേ അവർ. അപ്പോൾ നടക്കാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവില്ലേ? 1 കിലോമീറ്റർ നടക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ച് ഒരു 50 രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണോ റൂം? നമ്മുടെ ബാക്കിൽ കാണുന്നിടത്തിലാണ് നമ്മൾ സ്റ്റേ എടുത്ത് നടക്കുന്നത്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫ്രഷായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. വരുന്ന വഴിക്ക് ഫുള്ളും മലയാളീസാണ്. നമ്മുടെ കേരളത്തിൽ കൂടെ നടക്കുന്ന അതേ ഫീലാണ് നമുക്ക് മൂകാംബിയിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുക. ഹോട്ടലും മറ്റേ കച്ചവടക്കാരൊക്കെ മലയാളം പറയുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അമ്പലം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അമ്പലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സീരീസ് മാതിരി ചെയ്യാനാണ്. കുടയാദ്രി പോകണം, പിന്നെ മുരുടേശ്വർ പോകണം, അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം.